എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ 4 മണി ചായയുടെ കൂടെയോ ഡിന്നറിനോ എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. അരിപ്പൊടി കൊണ്ടാണ് കേട്ടോ നമ്മളിത് ചെയ്തിട്ടെടുക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തിട്ടെടുക്കാനും പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഈ ഒരു പാനിലേക്ക് ഒരു 2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. 250 ml കപ്പിൽ 2 കപ്പ് വെള്ളം ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു അളവ് കപ്പ് ഇല്ലെങ്കിൽ സാധാ വലിപ്പമുള്ള ഒരു ഗ്ലാസ്സിൽ നമ്മൾ അളന്നിട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അരിപ്പൊടി നമ്മൾ ആ ഒരു ഗ്ലാസ്സിൽ തന്നെ അളന്നിട്ടെടുക്കണമെന്നുള്ളൂ. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വറ്റൽമുളക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 3 ചെറിയ ഉള്ളി ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അതും കൂടെ നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഈ വെള്ളം നല്ല പോലെ തന്നെ ഒന്ന് തിളച്ച് വരണം. അപ്പോൾ വെള്ളം ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഇനിയാണ് നമ്മൾ ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഏത് കപ്പിലാണോ വെള്ളം അളന്നെടുത്തത് ആ ഒരു കപ്പിൽ തന്നെ 2 കപ്പ് അരിപ്പൊടിയും കൂടെ ഞാൻ ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 2 കപ്പ് വെള്ളത്തിന് 2 കപ്പ് അരിപ്പൊടി എന്ന കണക്കിനാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. വെള്ളം നമ്മൾ അതിലും കൂടുതൽ ചേർത്ത് കൊടുക്കരുത്. ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് അളവ്. 2 കപ്പ് വെള്ളത്തിന് 2 കപ്പ് അരിപ്പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തീ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുക്കണേ. എന്നിട്ട് നല്ല പോലെ തന്നെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു പൊടി ഒന്ന് വാട്ടി കുഴച്ചിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ചെറിയതായിട്ട് ഇതിൻ്റെ ചൂടൊന്ന് ആറി വരുന്നതിന് വരെ, അതായത് നമുക്ക് കൈ കൊണ്ടൊന്ന് കുഴച്ചിട്ടെടുക്കാൻ പറ്റുന്ന ഒരു ചൂടാകുന്നതിന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരുപാടങ്ങ് ചൂട് പോകരുത്. ചെറു ചൂടോട് കൂടിയിട്ട് തന്നെ വേണം നമ്മളിത് കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിലും നമുക്ക് നന്നായിട്ട് നല്ല മയത്തിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് കൈ കൊണ്ടൊന്ന് കുഴയ്ക്കാൻ പറ്റുന്ന ഒരു ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ അളവിൽ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ ചെറിയതായിട്ട് നമ്മളിതൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ട് ഞാൻ ഉടച്ചിട്ടെടുത്തതാണിത്. കട്ടകളൊന്നുമില്ലാതെ തന്നെ നല്ല പോലെ തന്നെ ഉടച്ചിട്ടെടുത്ത ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങിയതിന് ശേഷം നന്നായിട്ട് ഉടച്ചിട്ട് നമുക്കിതുപോലെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് നല്ല മയത്തിൽ ഒട്ടും തന്നെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഉരുളക്കിഴങ്ങ് നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും മാവ് കുറച്ചും കൂടി നല്ല സോഫ്റ്റും ആവും, കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റും കൂടെ കിട്ടും കേട്ടോ. അപ്പോൾ ഇനി മാവ് നല്ല പോലെ തന്നെ നല്ല മയത്തിൽ തന്നെ നമുക്കൊന്ന് കുഴച്ചിട്ടെടുക്കാം. കുഴച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് ഓയിലിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ കുഴക്കാവുന്നതാണ്. ഒട്ടും തന്നെ വിള്ളലുകളൊന്നും വരാതെ തന്നെ നല്ല പോലെ തന്നെ നല്ല മയത്തിൽ തന്നെ നമുക്കിതൊന്ന് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ കുറച്ച് മാവെടുത്ത് കൈ കൊണ്ടൊന്ന് ഉരുട്ടി നോക്കുമ്പോഴത്തേക്കും കയ്യിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ല മയത്തിൽ തന്നെ ഇതുപോലെ നമുക്ക് കിട്ടണം. അപ്പോൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി മാവിൽ നിന്ന് കുറച്ച് ഏറെ തന്നെ ഇതുപോലെ മാവെടുത്തിട്ട് കൈ കൊണ്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഒരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി പലകയിലോ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് കൈ കൊണ്ട് ചെറിയതായിട്ട് ആദ്യം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം. പരത്തിയെടുക്കുന്ന സമയത്ത് നമ്മളിത് ഒരുപാടങ്ങ് കട്ടി കുറഞ്ഞങ്ങ് പരത്തരുത്. ചെറിയൊരു കട്ടിക്ക് തന്നെ വേണം നമ്മളിത് പരത്തിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ചെറിയൊരു കട്ടിക്ക് നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം. മാവ് നമ്മൾ കയ്യിലൊന്ന് ഒട്ടിപ്പിടിക്കാതെ നല്ല സോഫ്റ്റ് ആയി കുഴച്ചിട്ടെടുത്താൽ മാത്രമേ നന്നായിട്ട് തന്നെ നമുക്കിതിലൊന്ന് പരത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ.
ഇനി ഇതുപോലൊരു വലിപ്പമുള്ളൊരു ചെറിയൊരു അടപ്പ് വെച്ചിട്ട് ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാങ്ങ ഒന്ന് പരത്തിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, ഈ ഒരു കട്ടിക്കാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ പരത്തി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതെല്ലാം തന്നെ ഞാനൊന്ന് പരത്തി എടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. അത്യാവശ്യം നല്ല ചൂടായിട്ട് കിടക്കുന്ന ഓയിലേക്ക് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ അകമൊക്കെ നന്നായിട്ട് വേകുന്ന രീതിയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇത് ഒരുപാട് അങ്ങ് ഡാർക്ക് കളറായിട്ടൊന്നും പോകണ്ട കേട്ടോ. ചെറിയൊരു ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്കും നമുക്കിതങ്ങ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അതിൻ്റെ അകമൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അരിപ്പൊടി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു പലഹാരം എല്ലാം തന്നെ ഞാനിവിടെ നിന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ പൊരിച്ചുപത്രിയൊക്കെ കഴിക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ ഇത്. ഇതുപോലെ തന്നെ നല്ല ചൂട് ചായയുടെ കൂടെയൊക്കെ വെറുതെ കഴിക്കാനാണെങ്കിലും നല്ലതാണ്. പിന്നെ കറി കൂട്ടി കഴിക്കാനാണെങ്കിലും നല്ലതാണ് കേട്ടോ. നല്ല ചിക്കൻ കറിയോ ബീഫ് കറിയോ അല്ലെങ്കിൽ മീൻ കറി ആണെങ്കിലും വെജിറ്റബിൾ കറി ആണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് പണിയൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. പരത്തി നമ്മൾ ഓരോന്നായിട്ടല്ലോ എടുക്കുന്നത്. അത്യാവശ്യം നമ്മളൊന്ന് പരത്തിയിട്ടങ്ങ് കട്ട് ചെയ്തിട്ട് എടുക്കല്ലേ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അരിപ്പൊടി വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജും കൂടെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.